ഉൽപ്പത്തിയാക്കപ്പെട്ടു. മാത്രവുമല്ല, പ്രാണേന്ദ്രിയവും ഗന്ധങ്ങളും വർത്തനത്തിലാവുകയും ഗന്ധവാഹകനായ വായുവിന്റെ നിയന്ത്രക ദേവകനും, അതായത് വായുദേവൻ, ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തു. ഭാവാർത്ഥം. ശ്രീലപ്രഭുപാദ ഹരേ കൃഷ്ണ. ഭഗവാൻ ആക്രാണിക്കുവാൻ ഇച്ഛിച്ചപ്പോൾ പ്രാണേന്ദ്രിയം, ഗന്ധം ഇത്യാദികളെല്ലാം ഏകകാലത്ത് ഉൽപ്പത്തിയാക്കപ്പെട്ടു. വിധേയമാക്കപ്പെട്ട ജീവസത്തകൾക്ക് അവയിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നതിന് മുമ്പ് സർവവും ആദ്യം പരമോന്നതനാൽ പരമപുരുഷനാൽ ഇച്ഛിക്കപ്പെടുന്നു എന്ന ഈ ഉപനിഷത്ത് പ്രസ്താവന വേദമന്ത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഭഗവാൻ വീക്ഷിക്കുമ്പോൾ മാത്രമേ ജീവസത്തകൾക്ക് വീക്ഷിക്കുവാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഭഗവാൻ ആക്രാണിക്കുമ്പോൾ മാത്രമേ ജീവസത്തകൾക്ക് മണക്കുവാൻ കഴിയുകയുള്ളൂ. ഇത്യാദി ആശയം എന്തെന്നാൽ, ജീവസത്തകൾക്ക് സ്വതന്ത്രമായി യാതൊന്നും തന്നെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. എന്തെങ്കിലും സ്വതന്ത്രമായി ആചരിക്കുന്നത് ചിന്തിക്കുവാൻ മാത്രമേ ജീവസത്തകൾക്ക് കഴിയുകയുള്ളൂ. എന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവന് കഴിയുകയില്ല. ചിന്തിക്കുവാനുള്ള ഈ സ്വാതന്ത്ര്യം ഭഗവത് അനുഗ്രഹത്താൽ അവിടെ ഉണ്ടെങ്കിലും ചിന്തയെ പ്രാവർത്തികമാക്കുവാൻ ഭഗവത് കൃപയിലൂടെയേ കഴിയുകയുള്ളൂ. അതിന്റെ ഫലമാണ് മനുഷ്യൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഭഗവാൻ ചെയ്തു തീർക്കുന്നു എന്ന പഴമൊഴി. സമ്പൂർണ്ണ ഗൂഢാർത്ഥ വിശദീകരണവും ജീവസത്തകളുടെ പരിപൂർണ ആശ്രിതാവസ്ഥയും പരമപുരുഷന്റെ പരിപൂർണ സ്വാതന്ത്ര്യ അവസ്ഥയും സംബന്ധിച്ച വിഷയങ്ങളിൽ മേലാകുന്നു. ഭഗവാനോടൊപ്പം തുല്യ പദവിയിലാണെന്ന് അവകാശപ്പെടുന്ന ആത്മജ്ഞാനികളായ വ്യക്തികൾ ആദ്യം അവർ പരിപൂർണരും സ്വതന്ത്രരുമാണോ എന്ന് തീർച്ചയായും സ്വയം പരിശോധിക്കണം. എന്നിട്ട് ഭഗവാനിൽ ഏകത്വമുണ്ടെന്ന അവരുടെ അവകാശവാദത്തെ സ്ഥിരീകരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു സൃഷ്ടികർത്താവുണ്ട്. സർവകാരണങ്ങളുടെയും കാരണഭൂതനായ ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ ഏതുതരം പ്രവൃത്തിയും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഭഗവാൻ ഏകനാണ്. ഭഗവാനോളം തുല്യ പദവി മറ്റാർക്കുമില്ല. ഭഗവാൻ ആദ്യം വീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ മാത്രമേ എല്ലാ ജീവസത്തകൾക്കും വീക്ഷിക്കാൻ കഴിയൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ദണ്ഡവാത് പ്രണാമം. എല്ലാ വൈഷ്ണവർക്കും ദണ്ഡവാത് പ്രണാമം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിരാട് രൂപ വർണ്ണനത്തെ കുറിച്ചാണ്. അപ്പൊ വിരാട് രൂപ വർണ്ണനം അതില് ഓരോരോ അവയവങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നാവ് പറഞ്ഞു അല്ലെ, അണ്ണാക്ക്, താലു പറഞ്ഞു. ഇന്ന് പറയുന്നത് വാക്കുകൾ, അപ്പൊ വായ വന്നതിന് ശേഷം നമ്മൾ വാക്കുകളുടെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജസ്റ്റ്. എന്നാൽ ഇന്നാണ് ഒരു ശ്ലോകം ഉള്ളത്. അപ്പോ സംസാരിക്കാനായിട്ട് ഇച്ഛിക്കുന്ന സമയത്ത് എന്താണോ ഇച്ഛിക്കുന്നത് ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഓരോ അവയവങ്ങളായി പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പരമോന്നതനായ ഭഗവാൻ സംസാരിക്കാനായിട്ട് ഇച്ഛിച്ചു. അപ്പൊ വാക്കുകൾ മുഖത്ത് നിന്നും, മുഖം എന്ന് പറയുമ്പോൾ വായ അല്ലെങ്കിൽ വക്ത്രത്തിൽ നിന്നും പ്രചലിപ്പിക്കപ്പെട്ടു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിന്റെ നിയന്ത്രക ദേവൻ അതിനെ ആ ഓരോ അവയവത്തിനെയും, അപ്പൊ കർമ്മേന്ദ്രിയമാണ് ജിഹ്വ അല്ലെങ്കിൽ നാവ് കൊണ്ട് രുചിച്ചു വരുണദേവന്റെ സഹായം. അപ്പോ വരുണദേവനാണ് അതിന്റെ നിയന്ത്രക ദേവൻ. ആ രുചി അറിയാൻ കഴിഞ്ഞു. ഇനി അടുത്തത് കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നാവ് കൊണ്ടുള്ള കർമ്മേന്ദ്രിയമായിട്ട് നാവ് പ്രവർത്തിക്കുന്നത് വാക്കുകൾ കൊണ്ടാണ്. അപ്പൊ വാക്കുകൾ സംസാരിക്കാൻ ഇച്ഛിക്കുന്ന സമയത്ത് അതിന്റെ ദേവനായിട്ടുള്ള അഗ്നിദേവൻ ഉൽപ്പത്തിയായി. അതിനുശേഷം ഇനി ആ ഉൽപ്പത്തിക്ക് ശേഷം ആ അഗ്നിദേവന്റെയും കൂടി സഹായത്താലാണ് നമ്മൾ അതിദൈവം, അധ്യാത്മം, അതിഭൂതം പറഞ്ഞിരുന്നു. അത് 3 പേരുടെയും സഹായത്തോടെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നും ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇത് 3ഉം അതിദൈവവും അതിഭൂതവും അധ്യാത്മവും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ആണ് നിൽക്കുന്നത്. അതേസമയം ആത്മാവിന്റെയും അതുപോലെ പരമാത്മാവിന്റെയും കാര്യം പറഞ്ഞിരുന്നു. പരമാത്മാവ് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്വയമാണ് എന്നെല്ലാം ഒരു ശ്ലോകത്തിൽ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു. കുറെ ദിവസങ്ങൾക്ക് മുന്നേ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് അതിദൈവവും അധ്യാത്മവും അതിഭൂതവും പറഞ്ഞ സമയത്ത്. അപ്പൊ ഇവിടെ ഇപ്പോ അഗ്നിദേവൻ വന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഭഗവാൻ ഇരുന്നപ്പോൾ, ഭഗവാൻ ജലത്തിൽ ശയിച്ചുകൊണ്ടിരുന്ന സമയത്ത്
ഈ പ്രവൃത്തികളെല്ലാം തന്നെ നിശ്ചലമാണ്. ഇത് ഒന്നുമേ തുടങ്ങിയിട്ടില്ല. നമ്മൾ ഇത് ഓരോന്നും ഭഗവാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, ഇതൊക്കെയും ഇങ്ങനെ വന്നെങ്കിലും അത് പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഇതൊക്കെ വന്നു അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് വീട് വച്ച് എല്ലാ സജ്ജീകരണങ്ങളുമായി, പക്ഷെ അവിടെ നമ്മളൊരു പാലുകാച്ച് ഒക്കെ നടത്തി ഗൃഹപ്രവേശം നടത്തി നമ്മളവിടെ പോയി കുക്കിംഗ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഗൃഹത്തിൻ്റെതായ ഒരു പ്രവർത്തനം സ്റ്റാർട്ട് ആവുന്നത്, അല്ലേ? അതെന്തിനാണോ ആ ഗൃഹം നമ്മൾ നിർമ്മിച്ചത്, അവിടെ ഭക്ഷണം ഉണ്ടാക്കുക, പാകം ചെയ്യുക, ഉറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എപ്പോഴാണോ പ്രവർത്തനക്ഷമമാകുന്നത്, അതുപോലെ ഇവിടെ എല്ലാത്തിൻ്റെയും നിർമ്മാണം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോ നിയന്ത്രക ദേവൻ പ്രവേശിച്ചു എങ്കിലും അതിന്റെ വാക്കുകൾ പ്രചലിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും അവിടെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോരോ അവയവങ്ങളായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭാവാർത്ഥത്തിൽ പ്രഭാതർ പറഞ്ഞിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല് ജിഹ്വയുടെ കാര്യം പറഞ്ഞപ്പോ രുചി വരുണദേവൻ ആണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കണം, ജീവസത്തകൾ സ്വന്തം ഇച്ഛപ്രകാരം എല്ലാം അനിയന്ത്രിതമായിട്ട് ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. കാരണം നമുക്കിത് പുണ്യ കൂട്ടി നമുക്കിതൊന്നും അറിയുന്ന പോലുമില്ല. എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് ഇത്രയും വളരെ ശ്രദ്ധയോടുകൂടി. ഇപ്പൊ ഇവിടെ റെപ്രസെന്റേഷനായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിരാട് പുരുഷന്റെ വർണ്ണനമാണ് ഇവിടെ ഓരോരോ അവയവങ്ങൾക്ക് ചെയ്യുന്നതെങ്കിലും ഇതുപോലെയാണ് ഓരോ ജീവസത്തയ്ക്കും ജീവൻ ഉരുവാക്കപ്പെടുന്നത്, ഓരോ അവയവവും സൃഷ്ടിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അത്രയും ബുദ്ധിമുട്ടില് അങ്ങനെ ഭഗവാന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഭഗവാൻ വളരെ ഈസിയാണ് എല്ലാ കാര്യവും. എങ്കിലും ഇത്രയും ഇതായിട്ട് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഓരോ ജീവനും ഓരോ ജീവസത്തയും ഉരുവാക്കപ്പെടുന്നത്. ഇനിയും അങ്ങോട്ടേക്ക് നമുക്ക് ഓരോ സൃഷ്ടിയെ കുറിച്ചും പറയുന്നുണ്ട്. 2 കാലുകളുള്ളത്, 4 കാലുകളുള്ളത്, അങ്ങനെ ഓരോ തരത്തിലും ജീവജാലങ്ങളെ തരംതിരിക്കുന്നത്. 84 ലക്ഷം സ്പീഷീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ അതിൽ ഓരോ തരത്തിൽപ്പെട്ട ജീവന്റെയും സൃഷ്ടിയുടെ കാര്യം ഒക്കെയും ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് 3-ാമത്തെ സ്കന്ധത്തിൽ ഒക്കെയും സൃഷ്ടി ഇനിയും പറയാനിരിക്കുകയാണ്. അപ്പൊ ഓരോ സൃഷ്ടിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കുമോ നമ്മളങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇനി നമ്മൾ ഈ ഒരു ജ്ഞാനം ആർജിച്ചു കഴിയുമ്പോൾ, ഈ ഒരു അതീന്ദ്രിയ ജ്ഞാനം ആർജിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാൻ എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആ ഒരു നമ്മൾ ഉരുവാക്കപ്പെട്ടതിന് കാരണക്കാരനായത്, സർവകാരണമായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ അനിയന്ത്രിതമായി നമ്മൾ ഈ മനുഷ്യ ശരീരത്തെ ഇന്ദ്രിയ സന്തർപ്പണത്തിന് വേണ്ടി, നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടുണ്ടോ അത് പാടില്ലയോ എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമുക്ക് ഭഗവത്ഗീതയിൽ വളരെ ചുരുക്കി നമുക്ക് 3.13 പറഞ്ഞു തന്നു. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകൽബിഷേ ഭുഞ്ജതേ ദേത്വകം പാപ ഏ ഭജന്ത്യാത്മ കാരണാത്ത് എന്ന് പറഞ്ഞു, അല്ലെ? യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ നാവ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെ? നാവിന്റെ രുചി എങ്ങനെയാണ് വന്നത്? അപ്പോ ഇതിന്റെയൊക്കെ മൂല കാരണം നമ്മൾ മനസ്സിലാക്കി ഇപ്പൊ ഭാഗവതത്തില്. അപ്പോ നമ്മൾ ഇനി എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടത്, എന്താണ് ഭക്ഷിക്കേണ്ടത്, എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു രുചി അറിയാൻ കഴിയുന്നു? ചിലർക്കെങ്കിലും ആ രുചി അറിയാൻ കഴിയുന്നില്ല. ചിലരുടെയെങ്കിലും നാവുകൾ കെട്ടപ്പെട്ടതാണ്, ചിലർക്കെങ്കിലും വാക്കുകൾ അവരുടെ നാവിൽ നിന്ന് ഉദ്ഭവിക്കുന്നില്ല. സംസാരിക്കുന്നു, പക്ഷെ അതൊരു കഴിവ്, അവനവന്റെ കഴിവ്. കഴിക്കുന്നു, അത് അവനവന്റെ പോക്കറ്റിനനുസരിച്ച് ഭക്ഷിക്കാൻ കഴിയുന്നു. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതിനോരോന്നിനും ഉരുവിടാൻ, ഓരോന്നും ഉരുവാകാൻ ഒരു കാരണക്കാരനുണ്ടായി. ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വാക്കിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ശരിക്കും ഈ ശ്ലോകത്തിലെ വാക്കാണ് പറഞ്ഞത്. വാക്കിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് 17-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അനുദ്വേഗകരം വാക്യം സത്യം പ്രീഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. വാങ്മയം തപ, വാക്ക് എന്ന് പറയുന്നത് ഒരു
തപസ്സാണ്. ഓരോരോ തപശ്ചര്യകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിന്റെ തപശ്ചര്യ, വാക്കിന്റെ തപശ്ചര്യ. എങ്ങനെയുള്ള വാക്ക്? സത്യം ബ്രുവാത് പ്രിയം ബ്രുവാത് എന്ന് പറയും അല്ലെ. അതുപോലെ ഇവിടെയും നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നു, സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്വേഗമുണ്ടാക്കാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദ മന്ത്ര ഉച്ചാരണവുമാണ് വാങ്മയമായ തപസ്. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? പതിവായുള്ള വേദ മന്ത്ര ഉച്ചാരണം. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നുള്ള അർത്ഥമാണ്. അവിടെ വേദം പോയി പഠിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവത് നാമം ജപയജ്ഞമാണ് ഭഗവാൻ ആ ഒരു യജ്ഞം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയും യജ്ഞത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ യജ്ഞം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മൾ സംസാരിക്കണം, മറ്റുള്ളവർക്ക് ഹിതകരമായ രീതിയിലുള്ള സംഭാഷണമായിരിക്കണം, കേൾക്കുന്നവർക്ക് ഉദ്യോഗമുണ്ട്. അയ്യോ പിന്നെ എന്ത് സംഭവിച്ചു, അതുകൊണ്ടാണ് ഇപ്പൊ ടി വി കാണല് പത്രം വായിക്കല് എന്ന് പറയുന്നത്. കാരണം എന്താ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കൊലപാതകവും 10 പീഡനവും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് ഫുള്ളി അജിറ്റേറ്റഡ് ആവും അല്ലെ, നമുക്ക് ഉദ്വേഗം ഉണ്ടാകും. അപ്പൊ പിന്നും പിന്നും നമ്മൾ ഈ സീരിയലൊക്കെ കണ്ട് പിന്നും പിന്നും ഉദ്യോഗത്തോടു കൂടിയിരിക്കും. അങ്ങനെയുള്ള ഉദ്യോഗത്തോടു കൂടിയുള്ള വാക്കുകൾ അങ്ങനെ പ്രയോഗിക്കാൻ നമ്മൾ പാടില്ല. സത്യം ഉള്ളതായിരിക്കണം നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രയോജനകരമായിരിക്കണം മറ്റുള്ളവർക്ക്. അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയും ഭഗവാൻ പറഞ്ഞു തന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമുക്കിവിടെ, അവിടെയൊക്കെ ഒരു ശ്ലോകം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് അതിന്റെ കാരണം കൂടി നമുക്ക് പറഞ്ഞു തരാണ്. ഇതൊക്കെയും ഉരുവാക്കിയിരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ ശക്തിയാലാണ് ഇതെല്ലാം ഇത്രയും നമുക്ക് സൃഷ്ടി നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഭഗവാൻ പറയുന്നതിനെ എന്ത് ചെയ്യണം? കരിഷ്യേ വചനം തവ എന്ന ഭഗവാനോട് അർജുനൻ 18ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു അല്ലെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ ഈ ഒരു ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ നമ്മൾ അതിനെ മാക്സിമം അനുസരിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് നമുക്ക് 20ാമത്തെ ശ്ലോകം. 20ാമത്തെ ശ്ലോകത്തില് ഘ്രാണശക്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നാസിക എങ്ങനെയാണ് ഉത്പന്നമായത് എന്നാണ് പറയുന്നത്. അനന്തരം അത് കഴിഞ്ഞിട്ട് പരമപുരുഷൻ വാക്ക് സംസാരിക്കാൻ ഇച്ഛിച്ചു. അപ്പോൾ നമുക്ക് ജിഹ്വ അല്ലെങ്കിൽ നാവിന് ആ ഒരു പ്രവർത്തന ശേഷി അതിന്റെ നിയന്ത്രക ദേവൻ പ്രവേശിച്ചു. പക്ഷെ ഇനി അത് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിന് അടുത്തത് വരും, അടുത്ത സ്കന്ധത്തിലേക്ക് നമുക്ക് വരും പ്രവർത്തനം എപ്പോൾ തുടങ്ങിയെന്ന്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോരോ രൂപങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു? ഗന്ധങ്ങള് മണം ആസ്വദിക്കണം അല്ലെ. ഗന്ധങ്ങളെ ആക്രാണിക്കുവാൻ ഇച്ഛിച്ചപ്പോൾ ഘ്രാണശക്തി അല്ലെ, അത് വേണമെന്ന് തോന്നിയപ്പോ നാസാരന്ധ്രങ്ങൾ ഉത്പന്നമായി. അപ്പോൾ നാസാരന്ധ്രങ്ങളിലൂടെ നമ്മൾ എന്തും ചെയ്യുന്നുണ്ട്? ശ്വസനവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്വസനവും ഉത്പത്തിയാക്കപ്പെട്ടു. മാത്രവുമല്ല ഘ്രാണേന്ദ്രിയവും ഗന്ധങ്ങളും വർത്തനത്തിലാവുകയും ഗന്ധവാഹകനായ വായുവിന്റെ നിയന്ത്രക ദേവനും, അതായത് വായുദേവനും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തു. വായുദേവനും ആവിഷ്കരിക്കപ്പെട്ടു എന്നിവിടെ പറയുന്നു. അപ്പോ ശ്വസനത്തിനും അതുപോലെ ഘ്രാണശക്തി. അപ്പൊ ഘ്രാണമാണ്, ആക്രാണിക്കാൻ ഇച്ഛിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഘ്രാണമാണ് ആദ്യം ആഗ്രഹിച്ചത്. അതിന് നാസിക വന്നു. നാസികയുടേത് രണ്ട് നാസാദ്വാരങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. നാസാദ്വാരങ്ങൾ രണ്ടും അശ്വിനി ദേവന്മാരുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്നുണ്ട്. ശ്വസനം വന്നതുകൊണ്ടാണ് അവിടെ വായുദേവൻ്റെത് പറയുന്നത്. നമുക്ക് 3ാമത്തെ കാൻറ്റോയില് ആ ഒരു ശ്ലോകം പറയുന്നുണ്ട്. 3ാമത്തെ കാൻറ്റോയില് ശ്ലോകം എടുത്ത് വച്ചിരുന്നു. നിർഭിന്നേ അശിനൗ നാസേ വിഷ്ണുരാവിശദാം പദം ഘ്രാണേനാംശേന ഗന്ധസ്യ പ്രതിപത്തിർ യഥോ ഭവേത്. ഭഗവാന്റെ 2 നാസാദ്വാരങ്ങളും പ്രത്യേകമായി സ്വയം ആവിർഭവിച്ചപ്പോൾ ഇരട്ടകളായ അശ്വനി കുമാരന്മാർ തങ്ങളുടെ യഥാർത്ഥ പദവികളോടെ അവയിൽ പ്രവേശിക്കുകയും അതുമൂലം ജീവസത്തകൾക്ക് എല്ലാറ്റിന്റെയും സൗരഭ്യം മണക്കുവാൻ സാധ്യമാവുകയും ചെയ്തു എന്ന് 3ാമത്തെ കാൻറ്റോയിൽ. ഇനി നമുക്ക് 6ാമത്തെ അധ്യായത്തില്
ശ്ലോകം 14 വരും. അപ്പോ ഇപ്പം നമ്മൾ ഘ്രാണശക്തിയുടെ ഇതേ പറഞ്ഞോളൂ, രണ്ടാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ എവിടെ എത്തണം? 3ാമത്തെ സ്കന്ധത്തില് 6ാമത്തെ അധ്യായം എത്തുമ്പോഴേ ഇത് എത്തത്തുള്ളൂ. ആ സൗരഭ്യം മണക്കാനുള്ള ആര് വരും? അശ്വിനി കുമാരന്മാര് രണ്ടുപേരും നാസാരന്ധ്രങ്ങളിലേക്ക് അപ്പോൾ പ്രവേശിക്കും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഇത് ആ ഒരു ശ്ലോകം എടുത്ത് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ആ ഘ്രാണശക്തിയുടെ ഇത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണം. നമ്മൾ പറയുന്നുണ്ട്, അംബരീഷ് മഹാരാജാവിന്റെ ഇതിൽ പറയുന്നുണ്ട്, ഭക്തന്മാർ എന്ത് ചെയ്യുന്നു? നാസാരന്ധ്രങ്ങൾ കൊണ്ട് ഭഗവത് പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ച തുളസിയുടെ മണം, അല്ലെങ്കിൽ ആ പാദപങ്കജങ്ങളിൽ അർപ്പിച്ച പുഷ്പങ്ങളുടെ മണം നുകരണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു നമുക്ക് ഘ്രാണശക്തി എന്ന് പറയുമ്പോൾ ആ സൗരഭ്യം നുകരാനുള്ള ഒരു ശക്തിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ആര് പ്രവേശിച്ചത്? അശ്വിനി കുമാരന്മാര് പ്രവേശിച്ചത്. ഇനി അതല്ല, അപ്പൊ എങ്ങനെയുള്ള സൗരഭ്യം നമ്മൾ നുകരണം എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് 10ാമത്തെ അധ്യായത്തില് 21ാമത്തെ ശ്ലോകം, 3ാമത്തെ സ്കന്ധം തന്നെ പിന്നീട് സൃഷ്ടിയുടെ വിഭജനം വരും. ഭഗവാൻ പലതിനെയും സൃഷ്ടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 കാലുള്ളത്, 4 കാലുള്ളത്, മൃഗങ്ങള്, പക്ഷികള്, പുഷ്പങ്ങള്, സസ്യങ്ങൾ, അങ്ങനെയുള്ള വൃക്ഷങ്ങളും വള്ളിച്ചെടികൾ, അങ്ങനെയുള്ള ഒരു തരംതിരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ നമ്മൾ 21ാമത്തെ ശ്ലോകം 10ാമത്തെ ചാപ്റ്ററില് 21ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ അതിലും ക്രാണജ്ഞ ഹൃദയവേദിന എന്ന് പറയുന്നുണ്ട്. അതിൽ 8ാമത്തെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്, 8ാമത്തെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ജീവികളുടേതാണ് 8ാമത്തെ സൃഷ്ടി വരുന്നത്. അപ്പോ ഒന്ന് ഓർഡർ അനുസരിച്ച് സൃഷ്ടിച്ചു വരികയാണ്. വിവിധ ഇനങ്ങളിൽപ്പെട്ട അവ എണ്ണത്തിൽ 28 ഇനം വരും. 28 ഇനം. അപ്പൊ 8ൽ തന്നെ 8ാമത്തെ സൃഷ്ടി നടത്തിയപ്പോൾ അതിൽ എത്ര എണ്ണമുണ്ട്? എത്ര ഇനം വന്നു? 28 ഇനം ആണ് വന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പമ്പരവിഡ്ഢികളും അജ്ഞരുമാണ് അവർ. പലരെയും പല തരത്തിലാണ് സൃഷ്ടിച്ചത്, അല്ലെ? അപ്പൊ അവര് ഈ 8ാമത്തെ സൃഷ്ടിയിൽ വന്നത് പമ്പരവിഡ്ഢികളും അജ്ഞരുമാണ്. അവയ്ക്ക് തങ്ങൾക്ക് ആവശ്യമുള്ളവ മണത്തറിയാൻ കഴിയും. അവിടെ ഘ്രാണശക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ശ്ലോകത്തിൽ 21, 3, 10, 21 പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തങ്ങൾക്ക് ആവശ്യമുള്ളവ മണത്തറിയാൻ കഴിയും, പക്ഷെ ഒന്നും തന്നെ ഹൃദയത്തിൽ സ്മരിക്കാനുള്ള കഴിവില്ല. അവർക്കൊന്നുമേ ഹൃദയവേദിന എന്ന് പറഞ്ഞല്ലോ, അല്ലെ? ഹൃദയവേദിന, ഘ്രാണജ്ഞ ഹൃദയവേദിന, ഘ്രാണശക്തി ഉണ്ട് അവർക്ക്, പക്ഷെ ഒന്നുമേ ഹൃദയത്തില് സ്മരിക്കാനുള്ള കഴിവില്ല. നമുക്ക് പക്ഷേ നമ്മൾ ആ ഒരു സൗരഭ്യം നുകർന്നാലും നമുക്ക് ഹൃദയത്തിൽ സ്മരിക്കാനും കഴിവുണ്ട്, അല്ലെ? അപ്പൊ മനുഷ്യനും ആ മറ്റുള്ള താഴ്ന്ന തരം ജീവിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോ എപ്പോഴും നമ്മൾ പറയുന്ന മനുഷ്യജന്മം എന്നുള്ളത് ദുർലഭമാണ് എന്നുള്ളത് പറഞ്ഞു. 9ാമത്തെ സൃഷ്ടിയാണ് ഇനി വരുന്നത്. എന്താണ്? മനുഷ്യന്റെ സൃഷ്ടി വരുന്നത്. അതിൽ 3ാമത്തെ ക്യാൻഡോ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 9ാമത്തെ സൃഷ്ടിയിലാണ് മനുഷ്യ സൃഷ്ടി വരുന്നത്. അപ്പോ ഇവിടെ ഘ്രാണം എന്ന് പറയുമ്പോഴേ, അപ്പോ നാസികയിലെ വായുദേവന്റെ കാര്യമാണ് നമുക്ക് ഈ ദേവനായിട്ട് വായുദേവൻ. എന്തുകൊണ്ടെന്ന് വെച്ചാല് ശ്വസനത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്. അപ്പൊ ശ്വസനം എന്ന് പറയുമ്പോൾ വായു, ഭൂമിയിലെ പ്രകൃതിയിലെ വായു സൃഷ്ടിക്കപ്പെട്ടു, അല്ലെ? ആ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഒരു പൈസയും കൊടുക്കാതെ വളരെ അനായാസമായിട്ട് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നുമേ അറിയുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പ്രാണവായു ഈസി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, അല്ലെ? പക്ഷേ ഭഗവാൻ 3ാമത്തെ ക്യാൻറ്റോയില് 25ാമത്തെ ചാപ്റ്റർ 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മദ്ഭയാതി വാതി വായു മദ്ഭയാത് വാതി വാതോയം സൂര്യസ്തപതി മദ്ഭയാത് വർഷാത് ഇന്ദ്രോ ദഹത്യഗ്നിർ മൃത്യുശ്ചരതി മദ്ഭയാത്. എങ്ങനെ? വായുദേവൻ എന്നെ ഭയന്നിട്ട്, മദ് ഭയാത്ത്, എന്നെ ഭയന്നിട്ട്, വാതി വാതോയം, ഈ ഒരു വാതി വാതോയം എന്ന് പറഞ്ഞാൽ ഈ ഒരു വായു ചലിക്കുന്നത് ആരെ ഭയന്നിട്ടാ? എന്നെ ഭയന്നിട്ടാണ് എന്ന് ഭഗവാൻ പറയുന്നു. സൂര്യസ്തപതി മദ്ഭയാത്ത്, സൂര്യൻ കൃത്യമായി കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? എവിടെയാണ്? പടിഞ്ഞാറ് സ്ഥലത്ത് അത് അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആരെ ഭയന്നിട്ടാ? ഭഗവാനെ ഭയന്നിട്ടാണ്, അല്ലാതെ നമ്മൾ മനുഷ്യരെ ഭയന്നിട്ടല്ല. ഇനി വർഷാത് ഇന്ദ്രോ ദഹത് അഗ്നിയർ, വർഷാത് ഇന്ദ്രോ, ഇന്നലെ കൊല്ലത്തൊക്കെ മഴ പെയ്തു, അല്ലെ? മെനഞ്ഞാന്ന് തിരുവനന്തപുരത്തൊക്കെ അതിഭയങ്കര മഴ പെയ്തു. എങ്ങനെ പെയ്യുന്നത്? ഇത്രയും വേനൽ സമയത്ത്, ഈ വേനലായിരിക്കുന്ന സമയത്തും മനുഷ്യൻ ഇച്ഛിക്കുമ്പോഴും, മനുഷ്യൻ ആ ഒരു
തപത്താൽ കഷ്ടപ്പെടുമ്പോഴേ ഭഗവാന്റെ അഹൈതുകമായ കരുണയാൽ വർഷാത് ഇന്ദ്രദേവനോട് ആവശ്യപ്പെട്ട് ഭഗവാനെ ഭയന്നിട്ട് ആ കൺട്രോളില് മഴ പെയ്യുന്നു. ഇനി ദഹത്യാഗ്നിർ, അഗ്നി ദഹിപ്പിക്കുന്നത് ആരെ ഭയന്നിട്ട്? ഭഗവാനെ ഭയന്നിട്ട്. മൃത്യുശ്ചരതി, മൃത്യു ധർമ്മരാജാവ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാലൻ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ് എന്ന് ഇവിടെ പറയാണ്. മൃത്യുശ്ചരതി മദ്ഭയാത്ത്. അപ്പോ അങ്ങനെ ഭഗവാനെ ഭയന്നിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നു 9.10 മയാ അധ്യക്ഷേന പ്രകൃതി ചലിക്കുന്നത് ആരെ കണ്ടിട്ട്? ആരുടെ അധ്യക്ഷതയില്? ഭഗവാന്റെ അധ്യക്ഷതയില്. സർവ കാരണത്തിനും കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാന്റെ അധ്യക്ഷതയില് ഭഗവാനെ ഭയന്നിട്ട് ഭഗവാൻ പറയുന്നതിനനുസരിച്ച്, ആ നിർദ്ദേശത്തിനനുസരിച്ച് പ്രകൃതിയും എല്ലാ ദേവന്മാരും വർത്തിക്കുന്ന സമയത്തും ഒക്കെയും താഴെക്കടയിലുള്ള ഈ മർത്യൻ, മൃത്യുവുള്ള മർത്യൻ, ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സ്വന്തം ഇച്ഛ പ്രകാരം അഹങ്കാരിയായിട്ട് ഭവിക്കുന്നു. നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാം. നമ്മുടെ നാവ് കൊണ്ട് എന്ത് രുചിക്കണം, നാസിക കൊണ്ട് ഏത് സൗരഭ്യം നുകരണം എന്നുള്ളത് അല്ലെ. ചിക്കൻ, അവിടെ ഗ്രിൽഡ് ചിക്കന്റെ മണം എടുക്കണോ, അതോ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലെ തുളസിയുടെ മണം നുകരണോ? നാവ് കൊണ്ട് എന്ത് രുചിക്കണം ഒക്കെ നമുക്ക് സ്വയം തീരുമാനിക്കാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. പക്ഷേ സ്വയം തെരഞ്ഞെടുക്കുക. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 2 അധ്യായം 10 ശ്ലോകം 19. വിവക്ഷോർമുഖദോ ഭൂമ്നോ വഹ്നിർവാഗ്വ്യാഹൃതം തയോ ജലേ ചൈതസ്യ സുചിരം നിരോധാ സമജായത. ശ്ലോകം 20. നാസികേ നിരഭിദ്യേതാം ദോദൂയതി നഭസ്വതി തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നസി ജിഗൃക്ഷത. ഓം നമോ ഭഗവതേ. ക്രമീണങ്ങൾ ധനസമാഹരണത്തിന്റെ ചുമതല ഗിരിരാജനായിരുന്നു. മധുദീക്ഷനെ വേദിയിൽ അവതരിപ്പിക്കേണ്ട പരിപാടികളുടെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ജോലി വിഭജനം നടത്തി. കണ്ടാമൃഗത്തെ വേട്ടയാടുക എന്ന പ്രഭുപാദരുടെ അന്തർഗതം ഗ്രഹിച്ചുകൊണ്ട് ശ്യാമസുന്ദരൻ ഒരു തീവ്ര പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. ദിവ്യശ്രീ എസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ ഇംഗ്ലീഷ് ഭാഷയിൽ ഈശ്വര ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കും. അതിനെ തുടർന്ന് പ്രസാദ വിതരണവും അദ്ദേഹത്തിന്റെ അമേരിക്കക്കാരും യൂറോപ്യക്കാരുമായ ശിഷ്യന്മാർ നയിക്കുന്ന ഭജനാഗാനവുമുണ്ടാകും. ഉരുശു മൈതാനത്തിൽ ഹരേകൃഷ്ണ മഹോത്സവം മാർച്ച് 25 മുതൽ ഏപ്രിൽ 4 വരെ എന്ന് പ്രഖ്യാപിക്കുന്ന കൂറ്റൻ പോസ്റ്ററുകളും തെരുവിനു കുറുകെ വലിച്ചു കെട്ടിയ വലിയ ബാനറുകളും അതിന്റെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ടു. ഗിരിരാജൻ ശ്രീല പ്രഭുപാദർ ബോംബെയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഹരേകൃഷ്ണ മഹോത്സവത്തിന്റെ ലഹരിയിൽ നഗരമാകെ ഇളകി മറിഞ്ഞു. ബോംബെയിലെ പ്രധാനപ്പെട്ട കവലകളിലെല്ലാം ബാനറുകൾ കെട്ടിയിരുന്നു. മതിലുകളിലെല്ലാം പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഓരോ മതിലിനും ഒട്ടേറെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. ദിനപത്രങ്ങളിൽ ഭൂഗോളത്തിനുമേൽ പ്രഭുപാദരുടെ ചിത്രത്തോടും ഭഗവത് ധർമ്മ സംവാദങ്ങൾ, ഒരു ഹരേകൃഷ്ണ ഉത്സവം, ഭക്തിയോഗത്തിന്റെ അഖില ലോകാചാര്യൻ, ദിവ്യപൂജ ശ്രീമദ് എസി ഭക്തിവേദാന്ത സ്വാമി എന്ന വാക്കുകളോട് കൂടിയ വലിയ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ ചെല്ലുന്തോറും പ്രവർത്തനങ്ങളുടെ ഗതിവേഗം കൂടി വന്നു. ഓരോ ദിവസവും പുതുതായി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കൊണ്ടിരുന്നു. അവസാനമായി ഞങ്ങൾക്ക് ബോംബെ നഗരത്തിനുള്ളിലെ ഏറ്റവും തിരക്കേറിയ വിക്ടോറിയ ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ പരസ്യപ്പലക സ്ഥാപിക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്കും ആ ഉത്സവത്തെക്കുറിച്ചും അത് എവിടെയാണ് നടക്കുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും ഏവരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇതിനാൽ ആ പരസ്യത്തിൽ ആകെ ഉണ്ടായിരുന്നത് വലിയ അക്ഷരങ്ങളോട് കൂടിയ ഹരേ കൃഷ്ണ എന്ന വാക്കുകൾ മാത്രമായിരുന്നു. യോഗസ്ഥലമായ കുരിശു മൈതാനത്തിൽ ഭൂമാകാരമായ ബലൂൺ കെട്ടുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ശ്യാമസുന്ദരൻ ചെയ്തിരുന്നു. ആ ബലൂൺ നഗരത്തിനു മുകളിൽ പറന്നു കളിച്ചുകൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ
ഫെസ്റ്റിവൽ എന്ന് രേഖപ്പെടുത്തിയ ഒരു ദീർഘമായ ബാനറും ആ ബലൂണിൽ ബന്ധിച്ചിരുന്നു. അത് ശരിക്കും അമേരിക്കൻ ബുദ്ധികൗശലവും ഉത്സാഹവും ഊർജ്ജസ്വലതയും പ്രകടമാക്കി. വൈകുന്നേരങ്ങളിൽ പ്രഭുപാദർ പന്തലിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. എന്നത്തെയും പരമപ്രധാനമായ കാഴ്ച അദ്ദേഹം തൻ്റെ വ്യാസാനത്തിൽ ഇരിക്കും. കൊച്ചു സരസ്വതി ഇറങ്ങി വന്ന് അദ്ദേഹത്തെ ഹാരമണിയിക്കും. അപ്പോൾ ജനക്കൂട്ടം ആഷാരവം മുഴക്കും. അദ്ദേഹം ആൾക്കൂട്ടം നിശബ്ദമാവുവാൻ കാത്തിരിക്കും. പക്ഷെ അതൊരിക്കലും ഉണ്ടാകാറില്ല. അതിനാൽ അദ്ദേഹം പ്രഭാഷണം ആരംഭിക്കുകയും അദ്ദേഹത്തിന്റെ ശബ്ദം ശക്തിയേറിയ ഉച്ചഭാഷിണി സമുച്ചയത്തിൽ മുഴുകുകയും ചെയ്യും. ഒന്നാമത്തെ